അബ്ദുറഹ്മാൻ രണ്ടത്താണി LDF സ്ഥാനാർത്ഥിയായി വരുമോ? അദ്ദേഹം അതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇത് അതൃപ്തി രേഖപ്പെടുത്തി ഞാൻ അംഗീകരിച്ചല്ലോ. ബാക്കിയുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. കാരണം അല്ല, അങ്ങനെ എന്താ ഈ പറയുന്നത്? അവരൊക്കെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ലേ. അവരവർ അസംതൃപ്തി രേഖപ്പെടുത്തി തന്നെ വലിയ ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാല്, ലീഗിന് കേരളീയ പൊതുസമൂഹത്തിൽ മുസ്ലിം ലീഗിന്റെ നയങ്ങളെ അബ്ദുറഹ്മാൻ രണ്ടത്താണിയെ പോലെ പ്രതിരോധിച്ച ഒരാളിൽ ആ നയങ്ങളെ മുസ്ലിം ലീഗിനെതിരായി വരുന്ന കാര്യങ്ങളെ പ്രതിരോധിക്കുകയും ലീഗിന് അനുകൂലമായി ഏത് കാര്യങ്ങളെയും ഏതളവ് വരെയും വ്യാഖ്യാനിക്കുകയും ചെയ്തിട്ടുള്ള ലീഗ് നേതാവാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണി. അത് നമ്മൾ മനസ്സിലാക്കാതെ പോരുത്. അത് MLA ആയിട്ടുണ്ട്. MLA ആവുക മാത്രമല്ല, ലീഗിന്റെ പ്രയാസ ഉണ്ടായ ഘട്ടങ്ങളിൽ, ലീഗ് ഡിഫൻസീവിലും ബാക്ക് ഫുട്ടിലും ഇരുന്ന ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗിനെ ഏറ്റവും കൂടുതൽ പ്രതിരോധിച്ച് മുസ്ലിം ലീഗിന്റെ വക്താവായി കേരളീയ പൊതുസമൂഹത്തിൽ വന്നിട്ടുള്ളതാണ്. അദ്ദേഹം അസംതൃപ്തനായി എന്നത് ചെറിയൊരു കാര്യമല്ലല്ലോ. പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ ഇടതുപക്ഷത്തേക്ക് വരുന്നത് ഗുണം ചെയ്യില്ലേ? അല്ല, അത് ഞാനിപ്പോ പറയാൻ പാടില്ല. അതൊക്കെ അദ്ദേഹം ഒരു നേതാക്കളുമായിട്ട് നല്ല ബന്ധമാണുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം. അതൊരു സത്യമാണ്. ഒരുപാട് മുസ്ലിം ലീഗ് ഞങ്ങളൊക്കെ ഇവിടെ ഉള്ള ആൾക്കാർ, ഞങ്ങളെല്ലാവരും നല്ല സൗഹൃദത്തിലാണ്. അത് സ്വാഭാവികമാണത്. അല്ല, ഇതൊരു പൊളിറ്റിക്സ് അല്ലേ. അപ്പൊ അതിൽ സ്വാഭാവികമായിട്ടും ഇപ്പൊ രൂപപ്പെട്ട ഒരു രാഷ്ട്രീയ അന്തരീക്ഷമാണ്. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അതിന്റെ ഒരു ഉൽപ്പന്നം എന്ന് പറയുന്നത് ലീഗിന് അല്ലെങ്കിൽ UDFന് ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. അത്തരം ഒരു സാഹചര്യം രൂപപ്പെട്ടാൽ ആ രൂപപ്പെടുന്ന സാഹചര്യത്തോട് വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ ചെയ്യുക. അതിനുള്ള ശ്രമം ഞങ്ങൾ സ്വാഭാവികമായിട്ട് നടത്തുന്നു. ഇറങ്ങിയിട്ടില്ലേ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റോ പ്രചാരണമോ അത്തരം പ്രവർത്തനങ്ങളൊന്നും ആരംഭിച്ചില്ല ഔദ്യോഗികമായിട്ട്. അതിലൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട. ഈ അബ്ദുറഹ്മാൻ ഈ തെരഞ്ഞെടുപ്പില് വളരെ സജീവമായിട്ട് നിങ്ങളുടെ മനസ്സിലിപ്പുണ്ടായ ആ വിഷമമുണ്ടല്ലോ, അത് പരിഹരിക്കുന്ന രൂപത്തിൽ സജീവമായിട്ടുള്ള നിങ്ങള് ഈ അബ്ദുറഹ്മാൻ ഇല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. അദ്ദേഹം ഫേസ്ബുക്കിൽ കാണാനില്ല. അങ്ങനെയല്ലേ നിങ്ങൾ കരുതുന്നത് പോലെയല്ല. നല്ല ഈ മലപ്പുറം ജില്ലയുടെ ചരിത്രത്തെ മാറ്റുന്ന തരത്തിൽ കുറെ കൂടി മെച്ചപ്പെട്ട, കഴിഞ്ഞ തവണത്തേക്കാൾ മെച്ചപ്പെട്ടൊരു വിജയം ഇടതുപക്ഷത്തിന് ഉണ്ടാക്കാനാവുമെന്ന് ഞങ്ങൾ കരുതുന്നത്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. അത് സംബന്ധിച്ചുള്ള എല്ലാ ആലോചനകളിലെയും ഒരു പ്രധാനപ്പെട്ട ആളാണ് അബ്ദുറഹ്മാൻ. അത് ഇപ്പൊ ഇത്രങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇപ്പോ അബ്ദുറഹ്മാൻ എപ്പോഴും ഒരു വളരെ വേഗതയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു MLA മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിന്റെ വേഗത ഞങ്ങളുടെ പാർട്ടിക്ക് ഈ ജില്ലയിൽ വളരെ സഹായകരമാണ്. അബ്ദുറഹ്മാൻ ഇടതുപക്ഷത്തോട് സഹകരിച്ചത് മലപ്പുറം ജില്ലയിൽ CPMന് ഇടതുപക്ഷത്തിനും പൊതുവായ മുന്നേറ്റത്തിനും സഹായകരമായിട്ടാണ്. ഇപ്പൊ രൂപപ്പെട്ടു വന്ന പ്രശ്നങ്ങളിൽ ഈ കാര്യങ്ങളാകെ ഒന്ന് ഇടപെടാൻ അബ്ദുറഹ്മാൻ ഞങ്ങളുമായിട്ട് സഹകരിച്ച് വളരെയേറെ കാര്യമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്ര ഇപ്പൊ മനസ്സിലാക്കിയാൽ മതി. ബാക്കി സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന് കേൾക്കുന്നു. മങ്കടയിൽ അവിടെ ഒരു ഐക്യത്തിന്റെ സാധ്യത ഉണ്ടോ? അങ്ങനെ കേട്ടോ, അങ്ങനെ സാധ്യതകളുണ്ടാണല്ലോ ചോദിക്കുന്നത്. അനുകൂലമാണെന്ന് തോന്നിയാൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ച സ്ഥലത്ത് അവരെ മാറ്റി മറ്റൊരാളെ പരിഗണിക്കുന്നത് CPM പരിഗണിക്കും. അങ്ങനെ സാധ്യതയില്ല. അല്ല, CPM നോക്കണമെന്ന് വെച്ചാല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ MLA-മാരെ കിട്ടാൻ സഹായകരമായ ഒരു പശ്ചാത്തലം എവിടെ രൂപപ്പെട്ടു വന്നാലും അതിനെ ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഒരു സംശയമില്ല. അത് ആ നിലയിൽ ഒന്നിലേറെ സ്ഥാനാർത്ഥികളും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അങ്ങനെയൊക്കെ അഡ്വാൻസ് ആയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി പറയാൻ പറ്റുമോ? അല്ല, അങ്ങനെ പറ്റുമോ? ഒരാൾ ഇങ്ങനെ എല്ലാ കാര്യവും നമ്മളൊരു നിങ്ങൾ വന്നു, നമ്മൾ സുഹൃത്തുക്കളാണ്, എല്ലാ കാര്യവും ചോദിച്ചിട്ട് ഇങ്ങനെ എന്നെ ബുദ്ധിമുട്ടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോ ഞാൻ ആരോടും ആശയവിനിമയം നടത്തിയിട്ടില്ല. ഇതൊക്കെ ഇപ്പൊ നമ്മള് ഒരു കാര്യം ഞാൻ പറയുന്നുണ്ട്. ഈ ലീഗിന്റെ അല്ലെങ്കിൽ UDFന്റെ ജില്ലയിലെ പൊതു സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്നിട്ടുള്ള അസംതൃപ്തി ഉണ്ട്. ആ അസംതൃപ്തി സ്വാഭാവികമായിട്ടും ഞങ്ങളതിലേക്ക് സ്വാഭാവികമായിട്ടും ആ അസംതൃപ്തി രൂപകൊള്ളുമ്പോൾ അത് ഇടതുപക്ഷത്തിന് അനുകൂലമാക്കാമോ എന്ന് നമ്മൾ പരിശോധിക്കുമല്ലോ. ആ പരിശോധന നടത്തുന്നു. നിശ്ചയിച്ച സ്ഥാനാർത്ഥികളെ മാറ്റുന്ന ഒരു രീതി ഇപ്രാവശ്യം ഉണ്ടാവുമോ? സ്ഥാനാർത്ഥികളെ മാറ്റുമോ?
താനൂരോ മംഗലാപുരമോ? അത് രൂപപ്പെട്ടു വരുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിരിക്കും. അല്ല, പാർട്ടി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥി ഇപ്പോൾ തിരൂരിലാണോ താനൂരിലാണോ മത്സരിക്കുന്നത് എന്ന് വ്യക്തമാകാത്തൊരു സാഹചര്യം ഉടലെടുക്കുകയാണ്. അപ്പൊ അതിലൊരു വ്യക്തത വേണ്ടേ? അബ്ദുറഹ്മാൻ മത്സരിക്കാൻ തിരൂരാണോ താനൂരാണോ? പാർട്ടി പ്രഖ്യാപിച്ച ശേഷം അത് പ്രവർത്തകർക്കടക്കം ആശയക്കുഴപ്പത്തിലാണ്. അല്ല, ആർക്കും ഒരു ആശയക്കുഴപ്പം ഞങ്ങൾക്കില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ആശയക്കുഴപ്പം ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചില്ല. സ്ഥാനാർത്ഥികളെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ചത് മത്സരിക്കാൻ വേണ്ടിയുള്ള സ്ഥാനാർത്ഥികളാണല്ലോ. ഇപ്പോൾ കുറെ പുതിയ സാഹചര്യങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ നിലപാടുകളിൽ ചിലപ്പോൾ മാറ്റങ്ങൾ വരുന്നതിനെ കുറിച്ച് ഞങ്ങൾ ആലോചിക്കും. അതായത് ഇന്ന് 3 സ്ഥലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം എപ്പോഴായിരിക്കും ഉണ്ടാവുക? 3 കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അത് എപ്പോഴത്തേക്കാണ് ഇനി ഉണ്ടാവും? തിരൂർ, കോട്ടയ്ക്കൽ. അത് എത്രയും വേഗം ഉണ്ടാവും. ഈ രണ്ടത്താണിനെ തഴഞ്ഞ മോശമായെന്ന് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതിലെ ഒരു വ്യക്തി തഴയപ്പെടുന്നു എന്നുള്ളതല്ല, ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് രാജ്യത്തുണ്ടാക്കിയ തെറ്റായ ഒരു ഇംപ്രഷൻ ഇല്ലാതായി എന്നുള്ളതാണ്. അതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതാ തെറ്റായ ഒരു ഇംപ്രഷൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു സാധാരണ ജനാധിപത്യപരമായ തീരുമാനങ്ങളുടെ പുറത്തെടുക്കുന്ന തീരുമാനങ്ങളാണെന്നും അതിന് ജനാധിപത്യപരമായ തീരുമാനങ്ങളെക്കാൾ മേന്മയുണ്ട് എന്നും സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ഥാപിക്കപ്പെട്ടത് ശരിയല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെടാം. CPM ഒരു അവസരം കൊടുത്ത് നല്ല ഇംപ്രഷൻ വരും എന്നുള്ളൊരു അടക്കം പറച്ചിലുണ്ട്. അവസരം കിട്ടുമോ? അല്ല, അതിപ്പോ നമ്മള് ഈ രൂപപ്പെട്ടു വന്ന സാഹചര്യങ്ങളോട് എങ്ങനെ അതിന്റെ ഒരു പരിശോധന നടത്തിയിട്ട് എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നുള്ളത് നോക്കും. അല്ലാതെ മറ്റെന്തെങ്കിലും വിസ്മയങ്ങൾ മലപ്പുറത്ത്? തീർച്ചയായിട്ടും